പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വോട്ടെണ്ണലിന് മുൻപ് പറഞ്ഞ 5 ജില്ലകളിൽ 4ലും UDF സമ്പൂർണ്ണ വിജയം നേടി. എറണാകുളം, മലപ്പുറം, വയനാട്, ഇടുക്കി ജില്ലകളാണ് തൂത്തുവാരിയത്. പത്തനംതിട്ടയിൽ 1 സീറ്റ് മാത്രമാണ് നഷ്ടമായത്. 20 വർഷമായി ഒരു MLA പോലും ഇല്ലാതെന്ന് കോഴിക്കോട് ജില്ലയിലും ത്രസിപ്പിക്കുന്ന വിജയമാണ് UDFന്. ഞാൻ 100-ലധികം സീറ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒരുപാട് പേര് പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വിസ്മയങ്ങളുണ്ടാകും എന്ന് പറഞ്ഞതെല്ലാം ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വേണ്ടാത്തൊരു വാക്കും പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ വന്നിരുന്ന് ഉജ്ജ്വലമായ വിജയം, കഴിഞ്ഞ 30 വർഷക്കാലത്തെ ഉജ്ജ്വലമായ വിജയം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നേടി. ഇവിടെ വന്നിരുന്നപ്പോഴും നിങ്ങൾ ചോദിച്ചു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുന്നു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? അവസാനത്തെ പത്രസമ്മേളനം വിളിച്ചു കൊടുത്തു എൻ്റെ ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ. നിങ്ങളോട് പറഞ്ഞ് ഞാൻ റിട്ടയർ ചെയ്യുമെന്ന് പറഞ്ഞു രാഷ്ട്രീയത്തിൽ അല്ലേ, പറഞ്ഞില്ലേ? ഇതേ കസേരയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അന്ന് നിങ്ങൾ ചോദിച്ചു, ജയിച്ചിട്ട് വന്നപ്പോഴും ചോദിച്ചു നിങ്ങൾ. അത് പറഞ്ഞു അതൊരു തീരുമാനമാണ്. കാരണം ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മുടെ പരാജയമല്ലേ, നമ്മളെ ഏൽപ്പിച്ചതല്ലേ കോൺഗ്രസ് നേതൃത്വം. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുകയാണ്. സജോ, 4 ജില്ലകൾ അപ്പാടെ 100 സീറ്റ് എന്ന് പറഞ്ഞെടുത്ത് 102 സീറ്റ്, 12 മന്ത്രിമാർ തോൽക്കുമെന്ന് പറഞ്ഞെടുത്ത് 13 മന്ത്രിമാർ. വി ഡി സതീശന്റെ വൺ മാൻ ഷോയാണ് ഇന്നത്തെ ദിവസം. മാധു, അതായത് ഇക്കാര്യത്തിൽ സാധാരണ നമ്മൾ തരംഗം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ UDF അനുകൂല പ്രളയവും കൊടുങ്കാറ്റുമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ആ കാര്യത്തിൽ ആധികാരികമായി ആ അവകാശവാദം എന്ന നിലയ്ക്ക് അതിശക്തമായി മുന്നോട്ട് വെച്ചത് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരുന്നുകൊണ്ട് UDFനെ നയിച്ച UDFന്റെ ചെയർമാൻ കൂടിയായ വി ഡി സതീശനാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ആ നിലപാടുകൾ, അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ അതേപടി ശരിയാകുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിൽ കണ്ടത്. ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ തട്ടകമായ എറണാകുളത്തിന്റെ കാര്യം മാത്രം എടുത്താൽ കോൺഗ്രസിനെ, UDFനെ നയിക്കുന്ന കോൺഗ്രസിന് ഒറ്റയ്ക്ക് സമഗ്രാധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമല്ല, UDFന് പൊതുവിലും സമ്പൂർണ്ണമായി തൂത്തുവായിരുന്നു. മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊപ്പം മലബാറിൽ മലപ്പുറം, അങ്ങനെ എന്ന് തുടങ്ങി ഇടതു കോട്ടകൾ ഒന്നടങ്കം ഇളകി ഒലിച്ചു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. കടപുഴകി വീഴുന്ന കാഴ്ചയാണ് കണ്ടത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്ന് മാത്രമല്ല, പലപ്പോഴും പലതര സാമൂഹിക സമവാക്യങ്ങളിൽ മുന്നണികൾ പ്രതീക്ഷ അർപ്പിക്കും. എല്ലാ തിരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടതാണ്. അവിടെ ഒന്നും സംഭവിച്ചില്ല. ഒക്കെ UDFന് അനുകൂലമായി വന്നു. ഒരു ചെറിയ ഉദാഹരണം പറയാം. അതായത് ഒരു 53% മൈനോറിറ്റി വോട്ടുകൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ മൈനോറിറ്റി വോട്ടുകളുള്ള കൊച്ചി മണ്ഡലമാണ്. അവിടെ വലിയ പ്രതീക്ഷ, അതുമായി ബന്ധപ്പെട്ടുള്ള വോട്ടുകൾ ഭിന്നിച്ചു പോകും എന്നൊക്കെ മുന്നണികൾ കണക്ക് കൂട്ടിയിരുന്നു. പ്രത്യേകിച്ച് LDF കണക്ക് കൂട്ടിയിരുന്നു. ഒന്നും സംഭവിച്ചില്ല. അവിടെ കംഫർട്ടബിൾ മജോറിറ്റിയിൽ തന്നെ മുഹമ്മദ് ഷിയാസിന് ജയിക്കാൻ കഴിഞ്ഞു എന്നത് കാണേണ്ട ഒരു കാര്യമാണ്. അതായത് സെക്കുലർ വോട്ടുകളെ ഒന്നടങ്കം UDF ക്യാമ്പിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞു അവരുടെ ക്യാമ്പയിന് എന്നതാണ് പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. തുടക്കം മുതൽ തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി അതിനെ നയിക്കാൻ, അതായത് 100+ എന്ന്, അല്ലെങ്കിൽ വനവാസത്തിന്റെ കാര്യമാകട്ടെ, അല്ലെങ്കിൽ 100+ എന്ന് അവകാശപ്പെടുമ്പോൾ അതിന്റെ കാര്യത്തിൽ